അള്ളാഹുവിൻ്റെ ഈ രക്ഷ തന്നെയാണ് പരലോകത്ത് രക്ഷ വിതരണം ചെയ്യാൻ വേണ്ടി അധികാരം നൽകിക്കൊണ്ട് കാര്യസ്ഥനാക്കിക്കൊണ്ട് ഷഫീആക്കിക്കൊണ്ട് നിർത്തുന്ന ഷഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അതുകൊണ്ടാണ് വിചാരണയ്ക്ക് വേണ്ടി റസൂലിന്റെ ശഫാഅത്ത് ആവശ്യം. സ്വർഗനരകത്തിലേക്ക് പോകാൻ റസൂലിന്റെ ശഫാഅത്ത് ആവശ്യം. വല്ല പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ചെയ്തതിന്റെ പേരിൽ അതിന് മുൻതൂക്കം കിട്ടി നരകത്തിലേക്ക് ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ പോകും തീർച്ച. അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്താതിരിക്കട്ടെ. അങ്ങനെ പോയ മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ആളുകൾക്ക് നരകത്തിൽ നിന്ന് അവരുടെ ശിക്ഷ കഴിഞ്ഞിട്ടെങ്കിലും സ്വർഗത്തിലെത്തണമോ? അവരുടെ ശഫാഅത്ത് വേണം. ആ ശഫാഅത്തിന് അള്ളാഹു സ്വർഗത്തിലേക്ക് ആദ്യമേ പ്രവേശിപ്പിച്ച വസീലത്ത് എന്ന പദവിയിൽ ഇരുത്തിയിരിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന് വിവരം കൊടുത്തു കൊണ്ടുവരികയാണ്. നബിയെ നരകം കാണിച്ചു കൊടുക്കുകയാണ്. കാണുമ്പോൾ നരകത്തിൽ നബി അറിയുന്ന സ്വഹാബാക്കളെയും മുഅ്മിനീങ്ങളെയും അടയാളം കൊണ്ട് കാണുകയാണ്. എന്റെ ഉമ്മത്ത് നരകത്തിലോ അല്ലാ അവരെ രക്ഷപ്പെടുത്തണം എന്ന് നബി ശുപാർശ ചെയ്യുകയാണ്. അങ്ങനെയാണ് നരകത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്നതെന്ന് ശഫീഉനാ വ ഹബീബുനാ റസൂലുള്ളാഹി. ഈ രക്ഷയും റസൂലിലൂടെയല്ലേ കിട്ടുന്നത്? നബിയുടെ ഈ രക്ഷയുടെ അധികാരങ്ങളെയും സ്ഥാനങ്ങളെയും ഒക്കെ നമ്മൾ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യണമെന്നാണോ വഹാബികൾ പറയുന്നത്?